ലോകരാജ്യങ്ങൾ പലതും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. അതൊരു സൗഹൃദം തേടിയുള്ള യാത്രയാണ്. ഇപ്പോൾ യൂറോപ്പ് അമേരിക്കയെ ധിക്കരിച്ചിട്ട് ഇന്ത്യയുമായിട്ട് അടുക്കുന്നു എന്നുള്ളൊരു കാഴ്ച വരികയാണ്. അതും റിപ്പബ്ലിക് ഡേയിൽ ഇന്ത്യയുടെ അതിഥികളായിട്ട് യൂറോപ്പ് കടന്നു വരികയാണ്. നമ്മളുടെ രാജ്യത്തിലേക്ക് മറ്റു രാഷ്ട്രങ്ങൾ പണ്ട് മുതലേ ശ്രദ്ധിച്ചിരുന്നു. ചരിത്രാതീത കാലം മുതൽ തന്നെ. ഇപ്പോൾ ചൈനീസ് സഞ്ചാരികൾ വന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ വാസ്കോ ഡി ഗാമയാകട്ടെ, പിന്നെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച പോലെ ഇന്ത്യ അന്വേഷിച്ച് നടന്നിട്ടാണ്. അപ്പോൾ ഇന്ത്യ ഒരു വലിയ ഫാക്ടറാണ് ലോകത്തെന്നും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായിരുന്നു. എന്നാൽ കാലം മാറി, നമ്മളെല്ലാവരും കൊള്ളയടിച്ച് പാപ്പരായി കഴിഞ്ഞപ്പോൾ, അന്ന് കൊള്ളയടിച്ചവന്മാർ ഈ യൂറോപ്യന്മാരാണെന്ന് കൂടെ ഓർക്കണേ. അവർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു വസന്തകാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യ വീണ്ടും പുഷ്പിച്ച് തളിർത്ത് ഒരു വൻമരമായി അങ്ങ് വികസിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വീണ്ടും ഇന്ത്യയെ വേണം. ഒരു ചങ്ങാത്തത്തിന് സാധ്യതയുണ്ട്. ആ ചങ്ങാത്തത്തിന് സാധ്യത അവർ കൽപ്പിക്കുന്നത് യൂറോപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് US ആയിരുന്നു, അമേരിക്ക ആയിരുന്നു. പക്ഷേ US അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിലാണ്, US ഏകപക്ഷീയമായ രീതിയിലാണ് ഈ നയപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അമേരിക്കയേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. തങ്ങളെക്കാൾ കുറച്ച് ജനസംഖ്യയുള്ള ഒരു പ്രദേശത്തിൽ നിന്ന് തങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, അതും ഭൗതികമായും സാംസ്കാരികമായും നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അവർക്ക് ഇന്നിപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാം. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഇരിക്കെ ഈ അമേരിക്കൻ അധീശത്വം എന്ന് പറയുന്നത് അവർക്കൊരു ഭാരമായി മാറിയിരിക്കുകയാണ്. അത് പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്നതിനിടയിലാണ് അവരുടെ നീക്കങ്ങളിൽ അമേരിക്കയെ അവഗണിച്ച് മറ്റൊരു ശക്തിയിലേക്ക് അവർ ശ്രദ്ധിക്കുന്നത്. വേറെ ശക്തികളുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളെക്കാൾ പ്രധാനമായിട്ട് അവർക്ക് വിശ്വാസയോഗ്യമായി കാണുന്നത് ഇന്നത്തെ ഇന്ത്യയെയാണ്. ഈ അമേരിക്കയുടെ അനുവാദം വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അത് അമേരിക്കയുടെ നിർബന്ധമാണ്. അതായത് അമേരിക്കയുടെ നയം നാറ്റോയിലൂടെ അവർ ഈ രാജ്യങ്ങളിലെല്ലാം അടിച്ചേൽപ്പിക്കുകയാണ്. നാറ്റോ ഒരു ബുദ്ധിപരമായ അമേരിക്കൻ മേൽക്കോയ്മയാണ്. അതായത് യൂറോപ്പിലെ രാജ്യങ്ങളുടെ എല്ലാം സംരക്ഷണ ചുമതല ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ്, നാറ്റോയിലാണ് ഇരിക്കുന്നതെന്നറിയാം. ആ നാറ്റോ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ബലത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തമായിട്ട് ആയുധശക്തിയാകുന്ന കാര്യത്തിൽ പിന്നോക്കം പോയി. അവർ വികസന കാര്യങ്ങൾ ശ്രദ്ധിച്ചു, വികസിത രാഷ്ട്രങ്ങളായിട്ട്. സാമ്പത്തികമായിട്ടും അമേരിക്കയ്ക്കൊപ്പം നിൽക്കാൻ യൂറോപ്പിന് കഴിയുന്ന ഒരു അവസ്ഥയില്ലേ? GDP കാര്യത്തിലില്ല, പക്ഷേ പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ അമേരിക്കയേക്കാൾ മികച്ച നിലവാരത്തിലാണ് യൂറോപ്യന്മാർ ജീവിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ സ്വതന്ത്രമായൊരു വിദേശ നയം പിന്തുടരുന്നതിൽ അമേരിക്കൻ നയങ്ങൾ വലിയ ബാധ്യതയായി മാറുന്നു. അമേരിക്ക ഒരു രാഷ്ട്രത്തിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചാൽ ഇവരോട് പറയുക നിങ്ങളും അതുപോലെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഏകധ്രുവ ലോകം ഒന്ന്, രണ്ടാമത്തത് USSRൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും വ്യാപനം, അതിനെ തടഞ്ഞു നിർക്കാൻ അമേരിക്കയെ പറ്റൂ എന്നൊരു ചിന്താഗതി. ഇത് രണ്ടും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് തൽക്കാലം US-നോടൊപ്പം സഞ്ചരിക്കേണ്ടി വന്നത്. എന്നാൽ US-നോടൊപ്പമുള്ള സഞ്ചാരം എന്ന് പറയുന്നത് പുലിപ്പുറത്തെ യാത്ര പോലെയാണ്. ഇറങ്ങിയാൽ പുലി പിടിച്ച് തിന്നും. ഈ അതിൻ്റെ ഒപ്പം പോകുമ്പോൾ നമ്മളെ നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കും, പുലിപ്പുറത്താണ് വരുന്നത്, ഭയങ്കര ഗമയായിരിക്കും. എന്നതുപോലെ അമേരിക്കയിൽ നിന്ന് വിട്ടുമാറിയാൽ അമേരിക്ക ആ രീതിയിൽ തന്നെ അവരെ ദ്രോഹിക്കുകയും ചെയ്യും. ഇപ്പോൾ സാധാരണ വരുന്ന വാർത്തകൾ നമ്മളതിൽ കണ്ടല്ലോ. അതാണ് അവർ മാറി ചിന്തിക്കാനും ഇന്ത്യയിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുവാനും കാരണമായിട്ടുള്ളത്. ഈ റിപ്പബ്ലിക് ദിനം പോലൊരു ദിനം വരുമ്പോൾ വളരെ പരമപ്രധാനമായ ഒരു ദിനമാണ്. അതിലേക്ക് അതിഥികളായി എത്തുമ്പോൾ അത് ക്ഷണിക്കുകയല്ല, അവരിങ്ങോട്ടൊരു താല്പര്യം കാണിക്കുകയാണോ അതോ ക്ഷണിച്ചു വരികയാണോ? നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഡിപ്ലോമസി ഉണ്ട്. അതായത് അടുത്ത ഞങ്ങളുടെ റിപ്പബ്ലിക് ഡേയിൽ 77ാമത്തെ ആണല്ലോ വരുന്നത്. നിങ്ങളെ മുഖ്യ അതിഥികളായി പങ്കെടുപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അവർ ഇരുകൈ നീട്ടി സ്വീകരിക്കണം. അവരൊരിക്കലും ചോദിക്കണമെന്നില്ല. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്? ഉണ്ട്. അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആന്റോണിയോ ലൂയിസും യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുലയും, ഇവർ രണ്ടുപേരും പിന്നെ ഒരു വലിയ സംഘവുമായിട്ട് ത്രിദിന സന്ദർശനത്തിന് വരുന്നതിനിടയിലാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ വരുന്നത്. അപ്പോൾ ആ ഡേയിലെ മുഖ്യ അതിഥികളായിട്ട് അവരെ പങ്കെടുപ്പിക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഏകധ്രുവ ലോകം എന്ന് പറയുന്ന അമേരിക്കൻ പോലീസിങ്ങിനോട് ഒരിക്കലും വിയോജിപ്പ് അല്ലെങ്കിൽ ഒരിക്കലും താല്പര്യമില്ലാത്ത ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഇന്ത്യയാണ്. കാരണം പല രാജ്യങ്ങൾ അവരോട് വിട്ടുവീഴ്ച ചെയ്ത് നമുക്ക് കാണാം. ചൈന ചെയ്തിട്ടുണ്ട്, റഷ്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും ഇന്ത്യ എപ്പോഴും സ്വതന്ത്ര വിദേശ നയമാണ് പിന്തുടരുന്നത്, സമീപകാലത്തായിട്ടത് പ്രത്യേകിച്ച്. അപ്പോൾ അമേരിക്കയെ ഒരു രീതിയിലും
മാനിക്കാതെ, എന്ന് വെച്ചാൽ അമേരിക്കയുടെ ആ ഒരു അപ്പർ ഹാൻഡിനെ, മേൽക്കോമയെ, വല്യേട്ടൻ മനോഭാവത്തെ മാനിക്കാതെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ത്യക്കും തിരിച്ചുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് പ്രതിരോധ സാമഗ്രികൾ വിറ്റഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിപണിയാണ് യൂറോപ്പ്. കാരണം അമേരിക്കൻ പ്രൊഡക്റ്റിനേക്കാൾ വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഗ്യാരണ്ടിയും ക്വാളിറ്റിയും ഉള്ളതാണെന്ന് പല യുദ്ധങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. മറ്റൊന്ന്, ഇന്ത്യക്ക് ഇപ്പോഴും സാങ്കേതിക വിദ്യയുടെ, അതായത് നമ്മൾ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ കർശനമായും പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലം വരെ ഏകദേശവും ഈ മറ്റ് സാങ്കേതിക വിദ്യകളോ രാഷ്ട്രീയമായിട്ടുള്ള നയപരിപാടികൾ കാരണം മറ്റു രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്നത് ഉദാരവൽക്കരണമായ രീതിയിൽ വാതിലുകൾ തുറന്നിടുകയും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നൂറ്റാണ്ടുകൾ പിന്നിലായിരുന്നു സാങ്കേതിക വിദ്യയിൽ. പലപ്പോഴും ഒരു അംബാസഡറും അതൊരു കുറവ് തന്നെയല്ലായിരുന്നു. അതൊരു വലിയ കുറവായിരുന്നു. അതാ പറഞ്ഞ, ഒരു അംബാസഡറും പ്രീമിയർ പത്നിയൊക്കെ ഇല്ല നമ്മുടെ നിരത്തിലുണ്ടായിരുന്നുള്ളൂ. ബുള്ളറ്റ്, പിന്നെ എന്താണ്, ജാവ, SD, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴും നമ്മുടെ ബ്രാൻഡ് ഹീറോ ഹോണ്ട പോലെയൊക്കെ വന്ന എത്ര ബ്രാൻഡുകളുണ്ട്. ഇന്ത്യൻ ബ്രാൻഡുകളും കൂടിയല്ലോ. ഇന്ത്യൻ ബ്രാൻഡുകൾ കൂടി. അപ്പോൾ ഇതെല്ലാം സാങ്കേതിക വിദ്യ ഇങ്ങോട്ട് തുറന്ന് വിട്ടത് കൊണ്ട് സംഭവിച്ചതാണ്. ഇതേപോലെ ഈ സാങ്കേതിക വിദ്യകൾ ഇനിയും നമുക്ക് കിട്ടുവാനുണ്ട്. അതിന് ഉദാഹരണത്തിന് ഇപ്പോൾ സ്വീഡൻ ഒരു ചെറിയ രാജ്യമാണ്. പക്ഷെ സ്വീഡന്റെ തോക്ക് ബൊഫേഴ്സ് നമുക്ക് അറിയാമല്ലോ, അത് ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. അതിന്റെ പേരിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ ആ സാങ്കേതിക വിദ്യ അന്നത്തെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് വാങ്ങിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എത്രയോ മുന്നിലെത്തുമായിരുന്നു. അന്ന് നമ്മൾക്ക് ആയുധം മതിയായിരുന്നു, സാങ്കേതിക വിദ്യ വേണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ നിലപാടിൽ നമുക്ക് ആയുധം മാത്രം പോരാ, അതിന്റെ ടെക്നോളജി കൂടെ വേണം. അതായത് അവരിൽ നിന്ന് ഈ സാധനം കിട്ടാതായാൽ അതിന്റെ മറ്റൊരു രീതിയിൽ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം. അല്ല, അത് ഇപ്പോൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന നിസ്സാരമായ രീതിയിലല്ല. നമ്മളൊരു ലോകത്തിൻ്റെ ആ മാനുഫാക്ചറിങ് ഹബ് എന്ന ചൈനയുടെ സ്ഥാനത്തേക്ക് കടന്നു വരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നാൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങൾ വിൽപ്പന ചെയ്യാനുള്ള സ്ഥലം കൂടെ വേണം. അതാണ് യൂറോപ്പിനെ കാണുന്നത്. ഈ അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾക്കെതിരെ ഇപ്പോൾ 500% താരിഫ് കൊണ്ടുപോയി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ താരിഫ് വരുന്നു, നമ്മളവർ വെട്ടിലാക്കുമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഇന്ത്യയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ യൂറോപ്പിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ യൂറോപ്പ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിനെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയും. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അത് ഇപ്പോഴേ നടക്കുമായിരുന്നു. അമേരിക്കയുടെ ലേറ്റസ്റ്റ് നയം കണ്ടല്ലോ, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ളത്. ആ നയത്തിനെതിരെ യൂറോപ്പ് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാന ശക്തികൾ എന്ന് പറയുന്നത് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ. ഇവരാണ് ഇതിൽ തന്നെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുള്ളവർ. അവരാരും ഇതിനോട് യോജിക്കുന്നില്ല, ഈ ഒരു അമേരിക്കൻ നിലപാടിനോട്. അപ്പോൾ അമേരിക്കൻ നിലപാടിനോട് യോജിക്കുന്നില്ലെങ്കിൽ അമേരിക്ക ചോദ്യം ചെയ്യാനായിട്ട് ഇന്ന് ലോകത്തൊരു നേതാവുണ്ടെങ്കിൽ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ജനാധിപത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമാണ്. പക്ഷേ നരേന്ദ്രമോദി ചോദ്യം ചെയ്യുന്നില്ല. അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വളർച്ചാ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദപരമായി പോകാനാണ് ശ്രമിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. അതെ, അത് നമ്മുടെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ, രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മുടെ നയതന്ത്രം എന്ന് പറയുന്നത് വളരെ ശുഷ്കമായിരുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ ആദ്യം ബന്ധം മെച്ചപ്പെടുത്തുക, ഊഷ്മളമായൊരു ബന്ധം മെച്ചപ്പെടുത്തുക, അതിനുശേഷം കച്ചവടത്തിൽ ഏർപ്പെടാനായിട്ട് പറ്റും. മറിച്ച് നമ്മൾ നേരത്തെ ഇരുന്ന് അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും ഒരു ബിസിനസ് തന്ത്രം. മോദി നല്ല ഒന്നാം തരം ഗുജറാത്തി കച്ചവടക്കാരനാണ്. അങ്ങേർക്ക് കച്ചവടം അറിയാം. അതേപോലെ ഒരു നല്ല കച്ചവടക്കാരനാണ് ട്രംപ്. അദ്ദേഹം അറിയാലോ, ട്രംപ് പ്ലാസയും കാസിനോകളും ഒക്കെ നമുക്കറിയാം. അദ്ദേഹം ഹോട്ടൽ ശൃംഖലയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹവും നല്ല കച്ചവടക്കാർ, ഇവർ തമ്മിലുള്ള ബാർഗെയിനിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ബാർഗെയിനിങ്ങിനിടയിൽ യൂറോപ്പിന് എന്ത് നേട്ടമുണ്ടാകുമെന്നാണ് അവർ നോക്കുന്നത്. ഇന്ത്യക്ക് യൂറോപ്പിനെ കൊണ്ട് എന്ത് നേട്ടമുണ്ടാകുമെന്ന് നമ്മളും ചിന്തിക്കും. അല്ല, ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുമ്പോൾ സാധാരണക്കാരനാണ് എന്താണ് നേട്ടം? യെസ്, അതൊരു മികച്ച നിലവാരമുള്ള ചോദ്യമാണ്. അതായത് ഒരു രാജ്യം വികസിച്ചാൽ അതിൻ്റെ സമ്പത്ത് രാഷ്ട്രത്തിൻ്റെ അടിത്തട്ടിലേക്ക്, അതായത് ഏറ്റവും സാധാരണക്കാരിലേക്ക് പോലും ഒഴുകിയെത്തും. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അവസരങ്ങൾ കൂടുന്നു എന്നുള്ളത്, തൊഴിലവസരങ്ങൾ കൂടുന്നു എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. സാമ്പത്തികമായി ഒരു മാറ്റം സംഭവിക്കും. അതെ, മുതലാളിമാരുണ്ടാകുമ്പോൾ മുതലാളിമാർക്ക് ജോലി ചെയ്യാനായിട്ട് തൊഴിലാളികളെ വേണം. നമ്മൾ ഈ മുതലാളികളെ നോക്കി കുറ്റം പറയുമ്പോൾ ഓർക്കുക, ഈ മുതലാളിത്ത രാജ്യങ്ങളെല്ലാം ഇന്ന് സമ്പന്ന രാജ്യങ്ങളായിരിക്കുന്ന അവിടെ ധാരാളം മുതലാളിമാർ ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ധാരാളം തൊഴിലാളികളെ ആവശ്യമായി വന്നു. തൊഴിലവസരങ്ങൾ കൂടി വരികയാണ്. അവസരങ്ങൾ കൂടുമ്പോൾ തൊഴിലാളിക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ കൂടും. കാരണം ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോലി ചെയ്യേണ്ട, എനിക്ക് മറ്റൊരു സ്ഥാപനത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുമെന്നൊരു അവസ്ഥ വരുമ്പോൾ തൊഴിലാളി ഇവിടെ രാജാവാകും. യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിലാണ് തൊഴിലാളി രാജാവാകുന്നത്. കമ്മ്യൂണിസത്തിൽ തൊഴിലാളി എന്നും തൊഴിലാളി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.